നിലമ്പൂരിൽ കോൺഗ്രസ് ആഗ്രഹിച്ച വിജയം ലഭിച്ചിരിക്കുകയാണ്. ഇനി അവർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ മുന്നണി വിപുലീകരണമാണല്ലോ. അവർ പ്രധാനമായി ലക്ഷ്യമിടുന്ന പാർട്ടി കേരള കോൺഗ്രസ്. ജോസ് കെ മാണി UDF-ലേക്ക് വരുമോ? ജോസ് കെ മാണി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നിലമ്പൂരിലെ വിജയം കോൺഗ്രസിനെയും UDF-നെയും കരുത്ത് വർദ്ധിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, CPM ഏത് പരാജയത്തെയും ന്യായീകരിച്ച് വിജയമാക്കാൻ മിടുക്കുള്ളവരാണ്. ഞങ്ങളുടെ അടിത്തറ ഇളകിയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. നമ്മളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. കേവലം ഒരു സീറ്റ് മാത്രം ജയിച്ച് കഴിഞ്ഞ 2 ടേമുകളായിട്ട് 2019-ലും 2024-ലും സംപൂജ്യരാകാൻ അവർക്ക് അവസരം കിട്ടിയില്ല. ഒരു സീറ്റ് 2019-ലും ജയിച്ചു, 2024-ലും ജയിച്ചു. പക്ഷേ എങ്കിലും അവർ അതൊക്കെ ന്യായീകരിച്ച് അവരുടെ അടിത്തറ ഇളകിയിട്ടില്ല, BJP കോൺഗ്രസ് ഒത്തുകളി നടന്നു, വർഗീയ ശക്തികൾ ഒത്തുചേർന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരിക്കും. എന്നാലും ഞങ്ങൾക്ക് 35% വോട്ട് കിട്ടി, 38% വോട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞതിന് അവർ പല അവകാശവാദങ്ങളും നിരത്തും. ഇവിടെയും അതൊക്കെ തന്നെ സംഭവിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറ്റ് മാറി വീശി തുടങ്ങി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നിലമ്പൂരിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിലമ്പൂരിൽ വളരെ കൃത്യമായിട്ട് ഒന്ന്, സർക്കാരിനെതിരായ ഒരു വികാരം അവിടെ വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഈ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിരിക്കുന്നിടത്ത് അവിടുന്ന് ഉയരുന്ന പ്രതിഷേധം അത് വോട്ടായി മാറി. അത് LDF-നെതിരായിട്ട് മാറി, അത് UDF-നും അതുപോലെ തന്നെ അൻവറിനും ആ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഈ സത്യത്തിൽ അൻവർ പിടിച്ച വോട്ട് മുഴുവനും UDF-ൻ്റെ വോട്ടല്ല. അൻവർ പിടിച്ച വോട്ട് സത്യത്തിൽ LDF-ൻ്റെ വോട്ടാണ്. കാരണം അൻവറിന് ഒരു ബേസ് വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ 2 ടേമുകൾ ജയിക്കുകയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20,000-ത്തിനടുത്ത് വോട്ടിലെത്തുകയും ചെയ്തിരിക്കുന്നു അൻവർ. അതുകൊണ്ട് അൻവറിന് വ്യക്തിപ്രഭാവം ഉണ്ട്, അല്ലെങ്കിൽ അൻവറിന് ഒരു നിശ്ചിത വോട്ടുകൾ അവിടെ പിടിക്കാൻ സാധിക്കുന്നു. അൻവർ ഇപ്പോൾ ഒരു മുന്നണിയുടെയും ഭാഗമായിട്ടല്ല അവിടെ മത്സരിച്ചത്, എന്നിട്ട് പോലും അൻവറിനൊരു നിശ്ചിത വോട്ടുകൾ അവിടെ ഉണ്ട്. ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 2011-ൽ ഈ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നതിൽ വലിയ പങ്കുവഹിച്ചത് കേരള കോൺഗ്രസ് ആണ്. പിന്നീട് അവർ മറുകണ്ഠം ചാടുകയും ആ പാർട്ടി LDF വലിയ രീതിയിൽ ശക്തിപ്പെടുന്നത് നാം 2021-ലെ ഇലക്ഷനിൽ കണ്ടിരുന്നു. അവർ 99-ലേക്ക് പോകുന്നു, ഇവർക്കൊരു 7-8 സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ ഒരു 8 സീറ്റ് ചെറിയ സംഖ്യമല്ലല്ലോ. പ്രത്യേകിച്ച് കേരളത്തിലെ 8 സീറ്റ് 10 സീറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഒരു സംഖ്യയായി കണക്കാക്കേണ്ടി വരും. അപ്പോൾ ആ 8 MLA-മാരുള്ള പാർട്ടി കോൺഗ്രസിലേക്ക് പോയാൽ അവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമല്ലോ. അവരെ സീറ്റ് മാത്രമല്ല, മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പല സീറ്റുകൾ വിജയിപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയല്ലേ കേരള കോൺഗ്രസ്? കേരള കോൺഗ്രസ്സിന് ശക്തിയുണ്ട്, അതില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരള കോൺഗ്രസ് ഇപ്പോൾ ഒറ്റക്കെട്ടല്ല. അവർ ജോസഫ് വിഭാഗം ഇപ്പോൾ UDF-ൻ്റെ കൂടെയാണ്. അദ്ദേഹം പണ്ട് LDF-ൻ്റെ കൂടെ ആയിരുന്നു. 2011-ലാണ് അദ്ദേഹം UDF-ലേക്ക് വരുന്നത്. UDF-ൻ്റെ ഭാഗമായി, അതായത് ലയിച്ച് കേരള കോൺഗ്രസ്സുകൾ ലയിച്ച് ഒറ്റ കേരള കോൺഗ്രസ്സായി. എന്നിട്ട് അവർ UDF-ൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചു. അന്ന് അവർക്ക് കുറച്ച് MLA-മാരെ കിട്ടുകയും ചെയ്തു. അത് 2016-ലും അങ്ങനെ തന്നെ തുടർന്നു. പക്ഷേ 2021 വന്നപ്പോൾ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെയും കൊണ്ട് LDF-ലേക്ക് പോയി. അങ്ങനെ LDF-ലേക്ക് പോകാൻ ജോസഫ് തയ്യാറായില്ല. ജോസഫും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും LDF-നെ ഉപേക്ഷിച്ച് UDF-ൽ തന്നെ നിന്നു. കേരള കോൺഗ്രസ് ഒരുമിച്ച് നിന്നാൽ ഒരു 10-12 സീറ്റൊക്കെ മധ്യ കേരളത്തിൽ നിന്ന് അവർക്ക് വിജയിച്ച് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ. ഇത് 2016 മുതൽ സംഭവിച്ചത്. 2016-ൽ കോൺഗ്രസ് കാലുവാരിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് മത്സരിച്ച സ്ഥലത്ത് കേരള കോൺഗ്രസിനെ കാലുവാരിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കാരണങ്ങളിലേക്ക് പോയിട്ട് ഇപ്പോൾ കാര്യമില്ല. അപ്പോൾ 2021-ൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ്, മാണി ഇല്ലാത്ത കോൺഗ്രസിനെ ഇനി വേണ്ട, ആ കേരള കോൺഗ്രസിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളൊരു അജണ്ട ഈ മധ്യ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ആ സീറ്റുകൾ കൂടെ പിടിച്ചെടുത്താൽ അവിടെ നമുക്ക് മത്സരിക്കാമല്ലോ എന്ന ചിന്തയാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. കോൺഗ്രസ് അത് 2016-ൽ വളരെ ഭംഗിയായിട്ട്
പണിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കേരള കോൺഗ്രസ്സിന് പല സീറ്റുകളിലും തോൽവി സംഭവിച്ചത്. പ്രതിപക്ഷത്തിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് അവർ 2021 ആയപ്പോൾ ജോസ് കെ മാണിക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലായതുകൊണ്ട് ജോസ് കെ മാണി നേരെ LDFിലേക്ക് പോവുകയും അവിടെ നിന്ന് അവരുടെ പാർട്ടിയെ വിജയിപ്പിച്ച് അതിനൊരു മന്ത്രിയെയും ഉണ്ടാക്കിയെടുത്തു. ജോസ് കെ മാണി പരാജയപ്പെട്ടു പോയി പാലയിൽ എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുമിച്ച് നിന്നാൽ, കേരള കോൺഗ്രസ്സുകൾക്കെല്ലാം കൂടെ തന്നെ എത്ര MLA-മാരുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസും അതിൻ്റെ കൂടെ ഒരു ശക്തിയായിട്ട് പിന്തുണ കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കൊരു 15 MLA-മാരെങ്കിലും മധ്യ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങൾ, ആലപ്പുഴയിലെ ചില ഭാഗങ്ങൾ, എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഈ 4-5 ജില്ലകളിൽ നിന്നായിട്ട് അവർക്ക് കൃത്യമായിട്ടൊരു 10-15 MLA-മാരെ സൃഷ്ടിക്കാൻ പറ്റും. തിരിച്ച് കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ കോൺഗ്രസ്സിനും അത് വലിയ നേട്ടമാണ്. പല MLA-മാരും കോൺഗ്രസ്സിന് ജയിപ്പിക്കാൻ കേരള കോൺഗ്രസിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ സാധിക്കും എന്ന് തീർച്ചയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാണ്. അൻവർ ഒന്ന് ആലോചിക്കണം. അൻവർ ഏതാണ്ട് 20,000-നടുത്ത് വോട്ട് പിടിച്ചു. ആ വോട്ട് സത്യത്തിൽ LDFന് കിട്ടേണ്ട വോട്ടായിരുന്നു. കാരണം അൻവർ LDFിൻ്റെ ഭാഗമായിട്ട് നിന്നയാളാണ്. പലരും പറയുന്നത് അത് UDFിൻ്റെ വോട്ടാണ്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായി ഈ അൻവർ ഉയർത്തിയ പിണറായിസം ഉണ്ടല്ലോ, RSSനെതിരായുള്ള പിണറായിസത്തിൻ്റെ ഫലമായാണ് അത്തരം വോട്ടുകൾ രൂപപ്പെട്ടതെന്നും അത് അൻവർ UDFിലായിരുന്നെങ്കിൽ അത് UDFന് കിട്ടാനുള്ള വോട്ടാണെന്നും. തീർച്ചയായിട്ടും അത് UDFന് കിട്ടേണ്ട വോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും UDF ജയിച്ചു. ഈ UDFന് കിട്ടേണ്ട വോട്ട് വിഘടിച്ച് അൻവർ കുറേ കൊണ്ടുപോയിട്ട് പോലും UDFിനേക്കാൾ 11,000 വോട്ടിന് പുറകിലാണ് LDF. അപ്പോൾ തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണെന്നല്ലേ അത് തെളിയിക്കുന്നത്. BJP അവിടെ 10,000 വോട്ട് പിടിച്ചു. BJP അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിലോ ആ വോട്ട് LDFന് കിട്ടുമോ? എനിക്കൊരിക്കലും അത് LDFന് കിട്ടും എന്ന് തോന്നുന്നില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഒരു ശക്തമായ ഒരു 10,000-40,000 വോട്ടിൻ്റെ എതിര് ഇവർക്ക് LDFനുണ്ട്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടി, സമ്മതിദായകരുടെ എണ്ണം അവിടെ വർദ്ധിച്ചു. എന്നിട്ടും അതിനനുസരിച്ച് ക്രമാനുഗതമായിട്ട് അവിടെ വോട്ട് കൂടുതൽ നേടി വിജയിച്ചു വരാൻ LDFന് സാധിച്ചില്ല. അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് LDFന്. അപ്പം ജോസ് കെ മാണി ഇനി ആലോചിക്കുന്നത് മുന്നണികളുടെ സമവാക്യങ്ങളൊക്കെ മാറി മറിയും. ഇനിയിപ്പോൾ കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നൊരു സന്ദേശം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഈ വിജയം. ഇത് അവിടെ വാസ്തവത്തിൽ നിലമ്പൂരിൽ മുസ്ലിം വോട്ടാണ് സ്പ്ലിറ്റായിട്ടുള്ളത്. ഹിന്ദു വോട്ടടക്കമുള്ളത് അങ്ങനെ സ്പ്ലിറ്റായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് UDFന് തന്നെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് UDFന് ഇത്രയേറെ ഈ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോയിട്ടും UDFന് അവിടെ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസ് ഈ ആത്മവിശ്വാസം കളഞ്ഞു കുളിക്കാതെ, അതൊരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാതെ വളരെ കൃത്യമായിട്ട് പരിണിതപ്രജ്ഞരായ മുതിർന്ന നേതാക്കളെല്ലാവരും കൂടി ഇരുന്ന് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് ഈ ജോസ് കെ മാണിയുടെ മടങ്ങിവരവിന് സാധ്യതയും ഒരു സാഹചര്യവും ഒരുക്കിയാൽ അത് തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയായിരിക്കും LDFന് ഉയർത്തുക. LDF UDF 100 സീറ്റൊക്കെ ജയിച്ച് അധികാരത്തിൽ വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ UDFന് ഭരിക്കാൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം അതിലൂടെ കിട്ടും. നിലവിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ നെല്ലിപ്പലകയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇപ്പോൾ 42-43 MLA-മാർ, ഈ വിജയവും കൂടെ ആകുമ്പോൾ 43 MLA-മാരാണ് UDFനുള്ളത്. അതിൽ തന്നെ 21-22 MLA-മാരാണ് കോൺഗ്രസ്സിനുള്ളത്. ആ കോൺഗ്രസ്, മുസ്ലിം ലീഗ് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് മലബാറിൽ പിടിക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ, തിരിച്ചതുപോലെ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൃത്യമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്താൽ സ്ഥിതി മാറും. UDFന് ഒരു കുഴപ്പമില്ലാത്ത ആവശ്യമുള്ള ഭൂരിപക്ഷത്തോടു കൂടി ഒരു 10-80 സീറ്റിലേക്ക് ജയിച്ചു വരാൻ UDFനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ജോസ് കെ മാണി കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ